ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു മേക്ക് ആൻ എക്സ് മിസ് യു എന്നുള്ള ടോപ്പിക്കാണ്. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഥവാ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയി അഥവാ ബ്രേക്കപ്പ് ആയി. അതിനുശേഷം ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യണമെന്നും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു വരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇനി ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ല, നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു, അതിനുശേഷം സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്നത് വഴി ആ വ്യക്തിയെ ലൈഫിലോട്ട് കൊണ്ടുവരാനും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കാനും മിസ് ചെയ്യാനും ഒക്കെ ഈ ടെക്നിക്കുകൾ ഒരു കാരണമായി തീരും എന്നുള്ളതാണ്. 3 പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഡു ന്യൂ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. അഥവാ പുതിയ ആക്ടിവിറ്റീസ് ചെയ്യുക. എന്താണ് ഈ പുതിയ ആക്ടിവിറ്റീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുൻപ് നിങ്ങളുടെ പാർട്ട്ണറുമായി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിക്കണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീട് വെക്കണമെന്നോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്നോ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടുക എന്നുള്ളതാണ്. നേടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വീടാണെങ്കിൽ ആ വീട് നിർമ്മിക്കുക, വാഹനമാണെങ്കിൽ ആ വാഹനം വാങ്ങിക്കുക, യാത്ര പോകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ സ്ഥലത്തേക്ക് തന്നെ യാത്ര പോകുക, അവിടെ പോയി ആ യാത്ര ചെയ്തതിൻ്റെ ഫോട്ടോസ്, അതുപോലെ വാഹനം വാങ്ങിച്ചതിൻ്റെ ഫോട്ടോസ്, വീട് വെച്ചതിൻ്റെ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയാസിൽ അപ്ലോഡ് ചെയ്യുക കൂടി ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി അത് കാണാൻ ഇടവരികയും ആ വ്യക്തി നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് പുതിയ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ മുൻപ് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് അവർ കാണാൻ ഇടവരികയും നിങ്ങളെ കൂടുതൽ മിസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രേക്കപ്പ് ആയ ആ ഒരു നിമിഷം മുതൽ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. ഏകദേശം ഒരു 30 days എങ്കിലും നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. പല ആളുകളും പറയാറുണ്ട്, സർ എനിക്ക് നോ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം ഞങ്ങൾ കൊളീഗ്സ് ആണ്, അതല്ലെങ്കിൽ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സാണ് എന്നൊക്കെ പറയാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുക? അഥവാ പരസ്പരം കാണാതിരിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫ്രണ്ടിനെ പോലെ പെരുമാറുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ലവേഴ്സ് എന്ന പോലെ അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സ് എന്ന പോലെ പെരുമാറാതിരിക്കുക. അതിന് പകരം ജസ്റ്റ് ഒരു സുഹൃത്തുക്കളെ പോലെ മാത്രം സംസാരിക്കുക. കൊളീഗ്സ് ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു കൊളീഗ്സിനെ പോലെ മാത്രം സംസാരിക്കുക. അതിനപ്പുറത്തേക്ക് ഒന്നും സംസാരിക്കാതിരിക്കുക, ഒരു കാര്യവും ഷെയർ ചെയ്യാതിരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യാതിരിക്കുക, സപ്പോർട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളൊരു സുഹൃത്ത് എന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് 3 ടിപ്സായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. 1, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ട്രിപ്പുകളൊക്കെ പോവുക. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കുക, അച്ചീവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റിൽ ഏർപ്പെടുക. അതിന് സാധിക്കാത്ത സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ പോലെ മാത്രം പെരുമാറുക. ഇതാണ് ടിപ്സ്. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുകയും നിങ്ങൾ വീണ്ടും കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയും നിങ്ങളെ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്യും.
എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.